എൻ്റെ എല്ലാ മാന്യ കൂട്ടുകാർക്കും RJ's ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് അമ്മ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്ത രീതിയിലുള്ള നാരങ്ങ അച്ചാറാണ്. കൂട്ടുകാരെ കാണുക, വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഉപ്പും നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കാന്താരി മുളകും വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഒരു കഷ്ണം ശർക്കരയും ഉണ്ട്, പറയാൻ വിട്ടുപോയി. നമുക്ക് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ നാരങ്ങ എന്ത് വന്നിട്ടുണ്ട്. ഇതിൽ ചേർത്തത് ഞാൻ ഒന്നുകൂടെ പറയാം. കാന്താരിമുളക്, ശർക്കര, വിനീഗർ. പച്ചവെള്ളത്തിൽ ഇത് വേവിക്കരുത്, പൂത്തുപോകും. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് കായം മൂപ്പിക്കുക. കായം മൂപ്പിച്ച് കോരിയതിന് ശേഷം നമുക്ക് അതിൽ വെളുത്തുള്ളി, ഇഞ്ചി, ലേശ ഉലുവപ്പൊടി എന്നിവ ചേർത്തത് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കടുകൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഈ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ല ചൂട് നിൽക്കുന്ന പാത്രമാണ് ഇതിലെടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് സ്റ്റൗ ഓഫ് ചെയ്തത്. ഇനി നമുക്ക് മുരിച്ച് വെച്ചിരിക്കുന്ന ആ കായം പൊടിച്ച് ഇതിലിങ്ങനെ ചേർത്താൽ അത് ഒരു ദിവസം കഴിയുമ്പോൾ നല്ലവണ്ണം അരിഞ്ഞ് അതിൽ കൂടെ ചേരും. കുറച്ച് കായം മതി, കാരണം കുറച്ച് നാരങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇതിൽ കോരി ഇട്ട് കൊടുക്കണം. വിനീഗർ 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ശർക്കര, ഒരു ചെറിയ കഷ്ണം ശർക്കര, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയുടെ അത്രയുള്ള ശർക്കര. പ്രേക്ഷകരെ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു ഭരണിയിലാക്കി ഒരു 2-3 മാസം അടച്ച് ഭദ്രമായിട്ട് വെച്ചിട്ട് അതിൻ്റെ മീതെ നമ്മൾ ചൂടാക്കി തണുപ്പിച്ച നല്ലെണ്ണ ഒഴിച്ച് വെച്ചിരിക്കുക. 2-3 മാസം കഴിഞ്ഞെടുക്കുമ്പോൾ ഇത് നല്ല കയ്പ്പെല്ലാം പോയി നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു അച്ചാർ നമുക്ക് കഴിക്കാം. കൂട്ടുകാരെ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു നാരങ്ങ അച്ചാറാണിത്. ഇത് വെള്ളം തൊടാതെ ഇരുന്നാൽ ഇത് എത്ര കാലം വേണമെങ്കിലും നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ ഇരിക്കും. ആവശ്യാനുസരണം നമുക്ക് എണ്ണ ചേർക്കാം.
ഞാനിവിടെ എണ്ണ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ലെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ചീത്തയായി പോകും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.